ഗൈസ് ഖലീഫ കണ്ടു. ഒറ്റയടിക്ക് പറയാം, എന്നെ സംബന്ധിച്ച് പീക്ക് പടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ പ്രതീക്ഷിച്ചു പോയത് അതേപോലെ തന്നെ അതേ നാണയത്തിൽ കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പീക്ക് പടമാണ് എനിക്ക് ഖലീഫ തന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പലരും ചിലപ്പോ സ്ക്രിപ്റ്റ് വൈസ് ഇതൊരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് പടം എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അത്തരം ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് എന്തൊക്കെയാ പ്രതീക്ഷിച്ചു പോയ ഒരാളായിരിക്കും. ഞാൻ പേഴ്സണലി പൃഥ്വിരാജിന്റെ സ്വാഗ്, അതുപോലെ മേക്കിംഗ്, വൈശാഖിന്റെ മേക്കിംഗ്, അതുപോലെ അതിലുണ്ടാകുന്ന ബാക്കി കോൺഫ്ലിക്ട്സും ഫൈറ്റ്സും അത്തരം സാധനങ്ങളും പിന്നെ ഒരു ബേസ് സ്ക്രിപ്റ്റ്, ആ ഒരു ലെവലിൽ ചിന്തിച്ചു പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അത്രയും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഓണം തൂക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ നാളെ നിവിമ്പോളിന്റെ പേരാണ്ട് ഇപ്പൊ രണ്ടുപേരും തന്നെയാണ് എന്തായാലും തൂക്കിയിരിക്കുന്നത്. ഖലീഫ ഇതിന്റെ പാർട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈശാഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേക്കിംഗ്, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട, പുള്ളിയൊക്കെ പണ്ട് മുതലേ കളി തുടങ്ങിയതാണ്. മേക്കിംഗ് വൈസ് അതില് ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റിംഗ്, അതുപോലെ ലൈറ്റിംഗ്, എന്ത് മേക്കിംഗ് ആണെന്നറിയോ. നല്ല രീതിയിൽ അതില് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിന്റെ സ്വാഗ്. ഈ സിനിമ മലയാളത്തിൽ ചെയ്യാൻ അതിന് പറ്റിയ ക്യാരക്ടർ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ. അത് 100% ഉറപ്പാണ്. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. അത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. പൃഥ്വിരാജിനല്ലാതെ ഈ റോള് പുൾ ഓഫ് ചെയ്യാൻ ആർക്കും പറ്റില്ല മലയാളത്തിൽ. ആ രീതിയിലാണ് വെൽ പ്രിപ്പയർഡ് ആയിട്ട് അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ ആക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഷമി തിലകൻ ചേട്ടനുണ്ട്. പിന്നെ മറ്റേ വില്ലനായിട്ട് വന്ന് പുള്ള പേരിക്കാറില്ല, കത്തിയത്തെ വില്ലനാണെന്നാണ് എന്റെ ഒരു കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ്. പുള്ളി തന്നെയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. പിന്നെ പൃഥ്വിരാജ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവരുടെ പാർട്ട് ഡൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ക്യാമിയോസ് ഉണ്ട്, കുറച്ച് ക്യാമിയോസ് ഉണ്ട്, 2-3 ക്യാമിയോസ് ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയണില്ല. അത് ചിലവരെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. മെയിൻ ആയിട്ട് ഇതിൽ ഫസ്റ്റ് ഹാഫ് വരുന്നത്, ഇതിലെ മെയിൻ ഒരു ക്യാമിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കും. പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡപ്പ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തില് ഈ പൃഥ്വിരാജിനെ മുൻപിൽ നിർത്തിയിട്ട് മറ്റേ ഈ ക്യാമിയോക്ക് വേണ്ടിയിട്ടുള്ള പടം എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ ശരിയായിട്ടോ. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ അമീർ അലിയുടെ കഥ മാത്രമായി. മറ്റേത് അഹമ്മദ് അലീനെ ബൾജീത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നാൽ പുള്ളിക്കാരന്റെ മീതെ ഈ അഹമ്മദ് അലി എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെല്ലാ സീനിലും ഇങ്ങനെ റിപ്പീറ്റഡ്ലി പുള്ളിക്ക് ഒരു ഭയങ്കര ബിൽഡപ്പ് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഇതിന് സീക്വൽ എടുക്കുകയാണെങ്കിൽ എടുക്കാം. അഹമ്മദ് അലിയുടെ കഥ മാത്രം വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ എടുക്കുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയായിട്ട് ഒരു ബന്ധവും വരാത്ത രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ വേറൊരു സ്റ്റാൻഡ് അലോൺ എന്നുള്ള മൂവി ആയിട്ട് തന്നെ പോകാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചെയ്താൽ നല്ലത് തന്നെയാണ്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ വർക്കായ പടമാണ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇത് വയലൻസ് ആണ്, വയലൻസ് മീൻസ് 16+ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ പോയാൽ മതി. നല്ലോണം ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടൊന്നും സിനിമയ്ക്ക് വേണ്ട. അത്യാവശ്യം ബ്രൂട്ടലായിട്ടുള്ള ഇടിയും രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിൻഡൽ ഇടി തന്നെയാണ് കേട്ടോ. നമ്മുടെ പൃഥ്വിരാജിന്റെ ആ ബോഡിക്ക് അനുസരിച്ച് തന്നെ പുള്ളി അടിക്കണ ഓരോ അടിയും നമുക്ക് കൊള്ളും പറയില്ലേ, ആ രീതിയിൽ നല്ല കിൻഡൽ അടി തന്നെയാണ് സിനിമയിൽ മൊത്തത്തിലുള്ളത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.